ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന ജവഹർലാൽ നെഹ്റുവിന്റെ വാഗ്ദാനമാണ് രാഹുൽ ഇന്നും ആവർത്തിക്കുന്നതെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കോൺഗ്രസിന് അധികാരത്തിലിരുന്നപ്പോൾ ശ്രമിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പട്ടിണി മാറ്റുന്നതിനായി മോദി സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. അധികാരത്തിലേറിയാൽ ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ പ്രസ്താവനയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിലേറിയ ജവഹർലാൽ നെഹ്റു സർക്കാർ രാജ്യത്ത് ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് തുടങ്ങിയവരും ഇതേ വാഗ്ദാനം തന്നെ നൽകി. എന്നാൽ ദാരിദ്ര്യം തുടച്ചു നീക്കാനായി കോൺഗ്രസ് സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്ന് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും അധികാരത്തിലേറിയാൽ ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന് രാഹുൽ വീണ്ടും വാഗ്ദാനം നൽകുകയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. मैं याद दिलाना चाहता हूं, पंडित जवाहरलाल नेहरू भी थे, वो भी कहते थे मैं गरीबी दूर करूंगा, हमारी सरकार बन जाएगी. श्रीमती इंदिरा गांधी भी कहती थी हमारी सरकार बनाओ, हम गरीबी दूर करेंगे. राजीव गांधी जी भी यही कहते थे, डॉक्टर मनमोहन सिंह जी यही करते थे. कोई आंकड़े उठाकर देख ले कितनी गरीबी इन लोगों ने समाप्त की है. लेकिन हमारे प्रधानमंत्री ने 9 साल के अंदर ही, ये हमारा आंकड़ा नहीं है, नीति आयोग का आंकड़ा है, अंतरराष्ट्रीय जो आर्थिक संस्थाएं हैं उनका आंकड़ा है. वह कहती है भारत ने तो करिश्मा किया है, 25 करोड़ लोगों को गरीबी रेखा से बाहर करने में उन्होंने कामयाबी हासिल की. കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും പട്ടിണി മാറ്റുന്നതിനും നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പാക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണം ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ടെന്നും വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതാണെന്ന് BJP തെളിയിച്ചെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ജനം, ഡൽഹി.